കിലോ 5000 രൂപയ്ക്ക് മേലെ ഇപ്പൊ വിലയുണ്ട് ഇതിന്. മക്കാഡാമിയ കിങ് എന്ന് പറയും, ആഫ്രിക്കൻ മക്കാഡാമിയ എന്നാണ് ഇതിന്റെ പേര്. ഇത് വേൾഡിൽ തന്നെ കൃഷി കുറവാണ്. അതുപോലെ മെമ്മറി പവർ കൂട്ടും, നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാതെ സഹായിക്കും. ഞാൻ അതുകൊണ്ട് കർഷകരോട് പറയണത്, നിങ്ങൾ കൃഷി ചെയ്ത് നല്ല ഉയർന്ന വരുമാനം നമുക്ക് അതെ അതെ അതെ. മക്കാഡാമിയ എന്ന് പറഞ്ഞത് നമുക്ക് ഒരു പരിപ്പാണ്. ആ പരിപ്പ് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഫുഡിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് നല്ല വിപണന സാധ്യതയുള്ള ഒരു നട്ട്സ് ആണത്. മക്കാഡാമിയ. ഇതിപ്പോ അതിന്റെ തോട്ടാണ് ഏട്ടത്? ഇത് ഫുള്ള് തോട്ടാണ്. ശരി. ഈ കാണിച്ച ഇതെന്ത് ഫുൾ അതിനിടയ്ക്കെല്ലാം തന്നെ വാഴയൊക്കെ നിങ്ങൾ നട്ടു വെച്ചേക്കുന്നത്? ഇത് നമുക്ക് ഇടവളിയായിട്ട് നമുക്ക് വാഴ, കപ്പ, ചേന അങ്ങനെയുള്ളത് നടാം. എന്ത് വേണം ചെയ്യല്ലേ? എന്ത് വേണം ചെയ്യാം. ഇനിയിപ്പോ ഏലത്തോട്ടത്തിൽ വെക്കണമെങ്കിൽ വെക്കാം, തേയിലത്തോട്ടത്തിൽ വെക്കണമെങ്കിൽ വെക്കാം. അതുപോലെ നമുക്ക് തെങ്ങ്, കവുങ്ങിന്റെ ഇടയിലൊക്കെ ഇത് കൃഷി ചെയ്യാം. അപ്പൊ കാലാവസ്ഥ ഒന്നും പ്രശ്നമല്ല. കാലാവസ്ഥ ഇപ്പൊ ടെക്നോളജി ഒക്കെ മാറിയില്ലേ. ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളർന്ന ചെടികളാണ് ഈ കാണുന്നൊക്കെ. അപ്പൊ നമ്മുടെ പ്ലാന്റ് ഇതിപ്പോ എത്ര വർഷമായ ചെടിയാട്ടതെല്ലാം? ഇതൊക്കെ നമുക്ക് 2 വർഷത്തെ ചെടി. 2 വർഷം. ആൾക്കാർ ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കാരണം കുറച്ച് നോളജ് ഉള്ളവർ മാത്രമേ ഈ കൃഷി ചെയ്യുള്ളൂ. ആൾക്കാർ പറയാറുണ്ട് എന്റെ അടുത്ത്, ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് പറയും, ചേട്ടാ അവിടെ 1000 രൂപയെ വിലയുള്ളൂ, 500 രൂപയ്ക്കേ വിലയുള്ളൂ. അപ്പൊ അതൊക്കെ ക്വാളിറ്റിയിൽ മാറ്റമുള്ളതാണ്. അതൊക്കെ ഒരു വർഷം ഇത് പഴകും തോറിൽ ക്വാളിറ്റി കുറയില്ലോ, അപ്പൊ വില സ്വാഭാവികമായിട്ട് കുറയും. പക്ഷെ നല്ല ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക, ലണ്ടൻ, ഇങ്ങനെയുള്ള ജർമ്മനി, ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് എക്സ്പെർട്ട് ചെയ്ത് പോണേ. അതിന് കിലോ 5000 രൂപയ്ക്ക് മേലെ വിലയുണ്ട്. നമ്മൾ പ്ലാന്റ്സ് വിപണി ഇമ്പോർട്ട് എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാം ഉണ്ട്. പ്ലാന്റേഷൻ വർക്കാണ് ഏറ്റവും കൂടുതൽ. ഇത് നിങ്ങൾ ചെയ്ത പ്ലാന്റേഷൻ? ഇത് നമ്മൾ ചെയ്തു കൊടുത്ത പ്ലാന്റേഷൻ. ഇതിപ്പോ എത്ര ഏരിയ മൊത്തം? ഇതിപ്പോ നമുക്ക് വരുന്നത് 2 ഏക്കറാണ്. 2 ഏക്കറിൽ നമുക്ക് 400 തൈയാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ടല്ലേ? ആ ഗ്യാപ്പ് ഉണ്ട്. ഇത് നമ്മള് 10 അടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. സ്ഥലം ഒന്നും വേസ്റ്റ് ആവത്തില്ല, വെറുതെ ഇതിനു വേണ്ടി മാത്രം വേസ്റ്റ് ആവത്തില്ല. ഇടവിളയായിട്ട് വേറെ എന്ത് വേണം ചെയ്യാം? എന്ത് വേണം ചെയ്യാം. അതിനുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. A to Z കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതായത് തൈ വാങ്ങിച്ച് എങ്ങനെ നല്ല രീതിയിൽ ആദായം എടുക്കാനുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z വരെ എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും. അപ്പൊ നമ്മുടെ നട്ട്സ് ഇത് എങ്ങനെ നട്ട്സ് ഇതുപോലെ തന്നെ ഇത് എങ്ങനെ തൂങ്ങി കിടക്കണം? ഇതിന്റെ മുകളിൽ ഒരു പച്ച കോട്ടിങ്ങുള്ള കായാണ് വരിക. ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുമ്പോ ആ പച്ച തൊണ്ട് ഉണങ്ങും. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് വരുന്നത് പിന്നെ ഈ ചിരട്ട പോലുള്ള ഭാഗമാണ്. ഇത് നമ്മൾ 4 ദിവസം നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാൽ ചിരട്ട വീഴും. അതായത് നമ്മളിപ്പോ നാളികേരൊക്കെ വെയിലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കണ പോലെ തന്നെ ഇത് ആക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലാമ്പ് ഉണ്ട് നമ്മുടെ കയ്യില്. ആ ക്ലാമ്പ് വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം പൊട്ടിപ്പോകും. ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ വേറെ യൂട്യൂബുകളിലൊക്കെ ഓരോരുത്തർ പറയേണ്ടത് വലിയ പ്രോസസ്സിംഗ് ആണ്, വലിയ പ്രോസസ്സിംഗ് ആണ്, അത് കാരണം കൊണ്ട് ആൾക്കാർ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് പ്രോസസ്സിംഗിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞില്ല. ഇത് 4 ദിവസം നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മള് നാളികേരം വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കൊപ്ര പോലെ ആക്കണ പോലെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ഇട്ടാൽ മതി. ഇതിന്റെ ഗുണങ്ങൾ കൊണ്ടാണോ? ഇത് ഒന്നാമത് കൃഷി കുറവ്, വേൾഡിൽ കൃഷി കുറവ്. പിന്നെ ഇതിന്റെ നമ്മുടെ വില കൂടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കും തോറും നമ്മുടെ വെയിറ്റ് ലെസ് കുറയും. അപ്പൊ ഇതുപോലത്തെ ഒരു നട്ട്സ് ചെയ്തിട്ടുള്ള ഒരു കൃഷി വേറെ ഇല്ല. അതുകൊണ്ട് ഇതിന് വില കൂടുതലാ. ഇപ്പോ മാർക്കറ്റിൽ വില കൂടുതലാ. നിങ്ങളിപ്പോ തൈകളും കൊടുക്കുന്നുണ്ട്, തോട്ടങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇത് കർഷകന് ഇത് എത്ര വർഷമാണ് ഇത് ആദായം എടുക്കാൻ പറ്റുന്നത്? കാരണം നമ്മുടെ ആദായം എടുക്കാൻ പറ്റുന്നത് 3 വർഷം കൊണ്ട് ആദായം എടുക്കുന്നതുണ്ട്, 5 വർഷം 6 വർഷം കൊണ്ട് ആദായം എടുക്കുന്നതുണ്ട്. ഏറ്റവും ലോക്കൽ ഗ്രേഡ് 10 വർഷം 12 വർഷം. ക്വാളിറ്റി ഡിഫറെന്റ് ആണ്. ഇത് 1 കിലോന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 70 to 80 പീസാണ് ഒറിജിനൽ മക്കാഡാമിയ, ആഫ്രിക്കൻ മക്കാഡാമിയയുടെ വെയിറ്റ് വരുന്നത്. ഇനി ഇതിന്റെ കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട്. അത് കുറഞ്ഞ ക്വാളിറ്റിയുടെ തൈ വയ്ക്കുമ്പോ 100 എണ്ണം 1 കിലോ പറഞ്ഞാൽ 100 പീസ് ഉണ്ടാവും ഇതുപോലെ. അതിപ്പോ കുറഞ്ഞ ക്വാളിറ്റി വരും. പിന്നെ അതിനേക്കാളും ലോ ക്വാളിറ്റി വരും. അതാകുമ്പോ 1 കിലോ പറഞ്ഞു കഴിഞ്ഞാൽ 120 പീസ്. ഇത് ഹൈബ്രിഡ് സീഡ് പറയും. ഹൈബ്രിഡ് സീഡ് ആണ് ഇത്. നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് ഒരു മരത്തില് നമുക്ക് ആദായം എന്ന് പറഞ്ഞത് നമുക്കൊരു 1 കിലോന്റെ അടുത്തേ നമുക്ക് ഇതിൽ കായ വരുള്ളൂ സ്റ്റാർട്ടിങ് സമയത്ത്. പിന്നെ വർഷത്തിൽ ഇത് 2 തവണയാണ് കായ്ക്കുക. 2 തവണ ആദായം എടുക്കും. പിന്നത്തെ വർഷം നമുക്കത് ഡബിൾ ആയിട്ടാണ് കായ വരിക. ഓരോ വർഷവും ചെല്ലും തോറും ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. 10 വർഷത്തുമ്പോഴേക്കും നമുക്കൊരു 45-50 കിലോന്റെ അടുത്ത് കായായി. 15 വർഷം എത്തുമ്പോ
85-90 കിലോന്റെ അടുത്തായി കായ. ഇത് ഇപ്പൊ നമ്മൾ നട്ടത് ഹൈബ്രിഡ് സീഡാണ്. ഇത് 5 വർഷം 6 വർഷം കായ്ക്കണം. ഇത് 100 വർഷം മേലെ നിൽക്കും. ലൈഫ് ലോങ് നിൽക്കും. പക്ഷെ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ 30-40 വർഷം വരെ ലൈഫ് ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് കായ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തണവുള്ള സ്ഥലത്തൊക്കെ പെട്ടെന്ന് നടുകയാണെങ്കിൽ നമ്മുടെ മൂന്നാറ്, അതുപോലെ ഊട്ടി, കൊടൈക്കനാല്, തണുള്ള മലയോര മേഖലകളിലൊക്കെ പെട്ടെന്ന് നടുകയാണെങ്കിൽ പെട്ടെന്ന് അത് കായ്ക്കും. ഇതിനധികം പരിചരണം ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിചരണം ആവശ്യമില്ല. നമ്മൾ ചെടി നടുമ്പോൾ അതിന് വെള്ളം നനയ്ക്കണം. വർഷത്തിൽ 2 തവണ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കും. അത് ജൈവ വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ അത്ര വലിയ വിലയുള്ളതല്ല. പക്ഷെ നമുക്ക് ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ചെടിയുടെ വില വരുന്നത്. ചെടിയുടെ വരുമാനം നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതാണ്. എല്ലാം കൊറിയർ ചെയ്ത് കൊടുക്കും. അതുപോലെ കൂടുതൽ വേണ്ടവർക്ക് ഇന്ത്യക്കകത്ത് പുറത്ത് നമ്മൾ ഡെലിവറി ഉണ്ട്, ചെയ്ത് കൊടുക്കും. തോട്ടങ്ങൾ സെറ്റ് ചെയ്ത് ചെയ്ത് കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ A to Z വരെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കും.